സാക്ഷാൽ സെയ്ജ് ഓഫ് സിക്സ് പാത്തിന്റെ മകനായിട്ടുള്ള ഇന്ദ്ര ഒട്സുത്സുകിയുടെ രക്തത്തിൽ നിന്ന് ജനിച്ച് വിദ്വേഷത്തിന്റെ ജ്വാലകളിൽ കെട്ടിച്ചമച്ച് വിധിയെ സ്വന്തം കണ്ണുകൾ കൊണ്ട് തിരുത്തിയെഴുതുന്ന ഒരു വംശമാണിത്. അവരുടെ കടും ചുവപ്പ് കണ്ണുകളിൽ നിന്നുള്ള ഒരു നോട്ടം നിങ്ങളുടെ നുണകളെ തുളച്ചു കയറുവാനും ജുട്സുവിനെ പകർത്തുവാനും ഒരിക്കലും മരിക്കാത്ത ജ്വാലകളെ വിളിച്ചു വരുത്തുവാനും കഴിയും. കഥകൾ പറയുന്നത് ഇവർ ശിരോബികളെയല്ല, അവർ ദുരന്തത്താൽ പൊതിഞ്ഞ ഇതിഹാസങ്ങളാണെന്നാണ്. യുദ്ധത്തിന്റെ ദേവനായ സാക്ഷാൽ മാദ്ര മുതൽ നിശബ്ദ രക്തസാക്ഷിയായ ഇറ്റാച്ചി വരെ, ഹൊക്കാഗെ ആകാൻ ആഗ്രഹിച്ച ഒബീറ്റോ മുതൽ സ്ഥിരത വീണ്ടെടുത്ത സാസ്കെ വരെ, ഈ ഒരു വംശത്തിന്റെ പേരുകൾ ഷിനോബി ലോകം മുഴുവൻ മുറിവേൽപ്പിച്ചിരിക്കുന്നു. അവരുടെ ആവനാഴിയിലെ ഷെറിങ്കൻ വെറുമൊരു കണ്ണല്ല, അത് ശക്തിയായി വളച്ചൊടിച്ച സ്നേഹത്തിന്റെ ശാപമാണ്. അതെ, ദൈവങ്ങളെ പോലും സൃഷ്ടിക്കുവാനും മനുഷ്യരെ തകർക്കുവാനും ചെയ്യുന്ന വിധിയുടെ സമ്മാനം. രാഷ്ട്രങ്ങൾ ഭയന്ന, വിധിയാൽ വേട്ടയാടപ്പെട്ട, ഇതിഹാസങ്ങളായി ഓർമ്മിക്കപ്പെടുന്ന ഷിനോബി ചരിത്രത്തിന്റെ ശാശ്വതമായി ജ്വലിക്കുന്ന ഒരു ഒന്നൊന്നര വംശം. ഇരുട്ടിൽ ചുവന്ന കണ്ണുകൾ തിളങ്ങുമ്പോൾ, കറുത്ത ജ്വാലകൾ യുദ്ധകളത്തെ വിഴുങ്ങുമ്പോൾ അറിയുക, ആ വംശമെത്തി, ഉച്ചിഹ വംശമെത്തി. ഏവർക്കും നാറൂട്ടോ യൂണിവേഴ്സിൽ തന്നെ പകരം വെക്കുവാനില്ലാത്ത ദ ഫേമസ് ആൻഡ് അൺഅസൈലബിൾ നിഞ്ചാസ് ഓഫ് ദി ഷിനോബി വേൾഡ് എന്നറിയപ്പെടുന്ന പല നിഞ്ചാസും കൊടികുത്തി വാഴുന്ന ആ ഒരു വംശത്തിന്റെ ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. Okay, fine. The Uchiha Clan. Yes. നാറൂട്ടോ യൂണിവേഴ്സിൽ പകരം വെക്കുവാനില്ലാത്ത, ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കപ്പെടുന്ന, ഓൾമൈറ്റി ആയിട്ടുള്ള ഉസുമാഗിനെയും സെഞ്ചുവിനെ പോലും പിന്തള്ളിക്കൊണ്ട് ഫേമസ് പോപ്പുലർ രീതിയിലും കഥയുടെ ഇമ്പാക്ട്ഫുൾ ലെഗസിയിലും ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ആൻഡ് ഇമ്പോർട്ടൻസ് അതിൻ്റെ എഴുത്തുകാരൻ തന്നെ കൊടുത്തിരിക്കുന്ന ആ ഒരു വംശം അല്ലെങ്കിൽ ആ ഒരു ക്ലാനിലേക്ക് സ്വാഗതം. ഉച്ചിഹ ക്ലാൻ. നാറൂട്ടോ എന്ന് പറയുന്ന അനിമെ പലരും കണ്ടിട്ടില്ലെങ്കിലും ഇറ്റാച്ചി ഉച്ചിഹ, മാദ്ര ഉച്ചിഹ, ഗോസ്റ്റ് ഓഫ് ഉച്ചിഹ എന്നീ പറയുന്ന പല പേരുകളും കേട്ടിട്ടില്ലാത്തവർ അനിമെ ലോകത്തിൽ കുറവായിരിക്കും. അത്രയ്ക്കും ഇമ്പാക്റ്റ് ആണ് അനിമെ ലോകത്തിലെ ഈ ഒരു ക്ലാനിലെ ചില ക്യാരക്ടേഴ്സ് കൊടുത്തിരിക്കുന്നത്. വേക്കപ്പ് ടു റിയാലിറ്റി എന്ന് പറയുന്ന ഗോസ്റ്റ് ഓഫ് ഉച്ചിഹ ആയിട്ടുള്ള മാദ്ര ഉച്ചിഹയുടെ ആ ഒരു ഒന്നൊന്നര സ്പീച്ച് മുതൽ ആദ്യം വെറുക്കപ്പെട്ട് കഥയുടെ മൂർധന്യാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ പ്രിയങ്കരമായി മാറിയ ഇറ്റാച്ചി വരെയുള്ള ആ ഒരു വംശ പരമ്പര, അത് ചെറിയൊരു കഥയൊന്നുമല്ല. അത് ആ വംശത്തിന്റെ തന്നെ പാരമ്പര്യമേറുന്ന കറുത്ത ജ്വാലയിൽ പൊതിഞ്ഞ ഒരു ഒന്നൊന്നര കഥ തന്നെയാണ്. നമ്മൾ ഇന്നതുകൊണ്ട് നോക്കുവാൻ പോകുന്നത് ഉച്ചിഹ ക്ലാനിന്റെ ഒറിജിൻ ആൻഡ് ഹിസ്റ്ററിയാണ്. അത് കഴിഞ്ഞ് അതിന്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ്, കെക്കെ ഗെൻഗൈ അല്ലെങ്കിൽ ബ്ലഡ് ലൈൻ ആയിട്ട് എന്തൊക്കെയാണ് ഉച്ചിഹ വംശത്തിൽ ജനിച്ചവർക്ക് ലഭിക്കുന്നത്, ആരൊക്കെയാണ് നാറൂട്ടോ യൂണിവേഴ്സിൽ പ്രതിപാദിക്കപ്പെടുന്ന ദ ഗ്രേറ്റ് ഉച്ചിഹാസ്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ നാറൂട്ടോ യൂണിവേഴ്സിൽ ഈ ഒരു ക്ലാനിൽ ആരെയൊക്കെ കാണിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം തന്നെ ഒരു ഐക്കോണിക് റോൾ ഉണ്ടെന്ന് തന്നെ പറയാം. പിന്നീട് അവരുടെ സ്പെഷ്യൽ ഇമ്പാക്ട് ആൻഡ് ലെഗസി ഇൻ ദ ഷിനോബി വേൾഡ് ആണ് നമ്മൾ ഇന്ന് നോക്കുവാൻ പോകുന്നത്. ദ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് ഉച്ചിഹ ക്ലാൻ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഒറിജിൻ ഓഫ് ദി ഉച്ചിഹ ക്ലാൻ. ഉച്ചിഹ ക്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ സെയ്ജ് ഓഫ് സിക്സ് പാത്ത് ആയിട്ടുള്ള ഹോഗ്രോമോ ഔട്സുത്സുക്കിയുടെ മകനായിട്ടുള്ള, മൂത്ത മകനായിട്ടുള്ള ഇന്ദ്ര ഔട്സുത്സുക്കിയുടെ ലീനേജ് അല്ലെങ്കിൽ ഡിസെൻഡൻസ് അല്ലെങ്കിൽ പാരമ്പര്യം പിന്തുടർന്നു പോരുന്നവരാണ്. അതെ, ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഇന്ദ്രയുടെ ഇൻഹെറിറ്റൻസ് പേറുന്ന ആ ഒരു വംശം. ഇന്ദ്രയുടെ ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ ഹോഗ്രോമയുടെ പവർഫുൾ ആയിട്ടുള്ള ചക്രയും സ്പിരിച്വൽ എനർജിയും പിന്നെ ദ വൺ ആൻഡ് ഓൺലി ദ മൈറ്റി ഐ, യെസ്, ഷരിങ്കൻ, ഇതുമാണ് ഇന്ദ്ര ഒട്സുത്സുക്കി പോസസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ദ്രയുടെ പാരമ്പര്യം പിന്തുടരുന്നവർക്കെല്ലാം കിട്ടിപ്പോരുന്ന സ്പെഷ്യൽ എബിലിറ്റീസ് ഈ പറഞ്ഞ എല്ലാം തന്നെയുണ്ട്. സോ ഉച്ചിഹാസിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഏറ്റവും സിമ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷരിങ്കനാണ്. അതെ, അവരുടെ ആ കടും ചുവപ്പ് നിറമുള്ള ആ ഒരു കണ്ണ്, ഷരിങ്കൻ. ഷരിങ്കനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അതിൻ്റെ എവല്യൂഷൻ, മാംഗക്യോ ഷരിങ്കൻ, ഏറ്റവും ഉന്നത അവസ്ഥയിലെത്തുന്ന റിനെ ഷരിങ്കൻ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഷരിങ്കൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനം ഞാൻ ആ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ചുരുക്കത്തിൽ അല്ലെങ്കിൽ ഒറ്റനോട്ടത്തിൽ ഷരിങ്കൻ പോസസ് ചെയ്യുന്ന ആൾക്കാർ ഉച്ചിഹ എന്ന് പറയാം. ഇതിനൊരു എക്സെപ്ഷൻ ആയിട്ട് നാറൂട്ടോ സീരീസിൽ ഒരാളേ ഉള്ളൂ. അതാരാന്നറിയാൻ ഒരു കമൻറ്റ് ചെയ്തേക്കുക. ഹോഗ്രോമോ ഔട്സുത്സുക്കിയുടെ പവർഫുൾ ചക്രയും സ്പിരിച്വൽ എനർജിയും പവർഫുൾ ആയിട്ടുള്ള ഷരിങ്കൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇന്ദ്ര ഇൻഹെറിറ്റൻസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം കുറച്ച് കാര്യങ്ങളുടെ ഇൻഹെറിറ്റ് ചെയ്തു. അതെ, കേഴ്സ് ഓഫ് ഹേറ്റ്രഡ്, ഹെയ്റ്റ്, അൺയീൽഡിങ് ആയിട്ടുള്ള പ്രൈഡ്,
പവറിനോടുള്ള ഒരു ഒബ്സഷൻ, അതിനെല്ലാം പുറമെ തൻ്റെ സക്സസർ അല്ലെങ്കിൽ പിൻഗാമിയായിട്ട് തൻ്റെ അച്ഛനായിട്ടുള്ള സേജ് ഓഫ് സിക്സ് പാത്ത് തിരഞ്ഞെടുത്തത് തൻ്റെ യങ്ങർ ബ്രദറായിട്ടുള്ള ആസുരേനെയായിരുന്നു. ആ ഒരു പക, ആ ഒരു റിവെഞ്ച് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ദ്ര ഉത്സുക്കി ലൈഫിലുടനീളം, ഇതിൻ്റെ ഇടയ്ക്ക് സെക്സുവിൻ്റെ മാനിപ്പുലേഷൻ ഉണ്ട്, അത് നമ്മൾ പറയുന്നില്ല, ബട്ട് അറ്റ് ദി സെയിം ടൈം ഇൻഹെറിറ്റ് ചെയ്ത കാര്യങ്ങളിൽ ഉച്ചിഹയ്ക്ക് ഏറ്റവും കൂടുതലുള്ളത് ഹെയ്ട്രഡ് ആണ്. സോ തൻ്റെ അച്ഛൻ പിൻഗാമിയായിട്ട് അസുരനെ തിരഞ്ഞെടുത്തത് തൊട്ട് മുതൽ അവിടെ തൊട്ട് ഒരു ഹേറ്റ്രഡും ഒരു കോൺഫ്ലിക്റ്റും ഉണ്ടാകുകയാണ്. ആര്? ഇന്ദ്രയും അസുരയും തമ്മിൽ. ഈ ഇന്ദ്രയുടെ പിൻഗാമികളാണ് ഉച്ചിഹയും, അസുരയുടെ പിൻഗാമികളാണ് സെഞ്ചുവും. അതാണ് കാലാന്തരത്തിൽ ഇന്ദ്ര ഉത്സുക്കിയുടെ പിൻഗാമികളായി മാറി ഉച്ചിഹ ക്ലാനിൻ്റെ ലീഡറായി മാറിയ മാദ്ര ഉച്ചിഹയും പിന്നീട് അങ്ങോട്ട് സെഞ്ചു ക്ലാനിൻ്റെ അല്ലെങ്കിൽ അസുരയുടെ പിൻഗാമികളായി മാറിയ സെഞ്ചു ക്ലാനിൻ്റെ ലീഡറായിട്ടുള്ള ഹാഷുറാമ സെഞ്ചുവും വരുന്നത്. ഹാഷുറാമയും മാദ്രയും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ആ ഒരു കണ്ടിന്യൂഷനാണ് നാറൂട്ടോ യൂണിവേഴ്സിൻ്റെ കോർ കോൺസെപ്റ്റ് എന്ന് തന്നെ പറയാം. റൈറ്ററായിട്ടുള്ള കിഷിമോട്ടോ ഉച്ചിഹ ക്ലാനിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നതിന് വേറൊരു കാരണവുമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഉച്ചിഹ എന്ന് പറഞ്ഞ ഇന്ദ്രയുടെയും അസുരയുടെ പിൻഗാമികളാണ് സെഞ്ചു ക്ലാനും. ഇവർ തമ്മിൽ എപ്പോഴും അടിയായിരുന്നു. സോ ആ ഒരു യുദ്ധം കാലാന്തരങ്ങളിൽ, അതായത് നമ്മുടെ നാറൂട്ടോയുടെ എറയൊക്കെ ആയപ്പോഴേക്ക് ഇങ്ങനത്തെ ഒരു ട്രെൻഡ് പോലെയായി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രണ്ട് നേഷൻസ് തമ്മിൽ അടി ഉണ്ടാക്കുമ്പോൾ അവർ ഏറ്റവും പവർഫുൾ ക്ലാൻ ആയിട്ടുള്ള ഉച്ചിഹയോട് സഹായം തേടും. സോ ഉച്ചിഹനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുവാൻ അവിടെ സെഞ്ചുവിന് സാധിക്കുകയുള്ളൂ. കാരണം സെഞ്ചു അസുരയുടെ വംശത്തിലുള്ളവരാണ്. 1000 ഹാൻഡ്സ് ഓഫ് ജുജുത്സു അല്ലെങ്കിൽ 1000 ജുത്സുവിനെയൊക്കെ അറിയാവുന്നവരെന്നാണ് ഈ സെഞ്ചു ക്ലാനിനെ പ്രതിപാദിക്കുന്നത്. സോ ഞാനിപ്പോൾ ഉച്ചിഹനെ ഹയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ റൈവൽ ഹയർ ചെയ്യുന്നത് സെഞ്ചുവിനെ ആയിരിക്കും. ഇവർക്ക് പോകുന്ന എതിരാളികൾ ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഒരു മൂർധന്യ അവസ്ഥയിൽ നിൽക്കുന്ന ആ ഒരു സമയമാണ് ഫസ്റ്റ് ഹൊക്കാഗെയുടെ സമയം, അല്ലെങ്കിൽ നാറൂട്ടോയുടെ അച്ഛൻ്റെ സമയം, അങ്ങനെ വേണമെങ്കിൽ പറയാം. ആ ഒരു ടൈമിലാണ് ഹാഷുറാമ സെഞ്ചു വേഴ്സസ് മാദ്ര ഉച്ചിഹ എന്ന് പറയുന്ന ആ ഒരു റൈവൽറി ഉണ്ടാകുന്നതും തുടർന്നുള്ള കഥയുടെ കണ്ടിന്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും. ഈ ഒരു റൈവൽറി കൊണ്ട് മാത്രമാണ് കൊണോഹ എന്ന് പറയുന്ന ആ ഒരു വില്ലേജ്, ആ ഒരു സ്റ്റോറി നമ്മൾ പല കഥയിലും പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം മാദ്ര ഉച്ചിഹനെ നമ്മുടെ ഹാഷിറാമ സെഞ്ചു തോൽപ്പിക്കുന്നുണ്ട്. അവിടുന്ന് മാദ്ര വെക്കുന്ന ഒരു ഡിമാൻഡ് ഉണ്ട്, ശരിക്കും നിന്നെ എന്നെ ഹേറ്റ് ചെയ്യുന്നില്ല, നീ എന്നെ കൊല്ലുക അല്ലെങ്കിൽ നിന്റെ അനിയനെ കൊല്ലുക എന്ന്. അവിടെ ഹാഷിറാമ സ്വന്തമായിട്ട് കത്തിയെടുത്ത് കുത്തുവാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ മാദ്ര പറയുന്നത് എനിക്ക് ഇത്രയും മതി എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അവരുടെ ആ ഒരു കുഞ്ഞുനാളിൽ ഇവർ സുഹൃത്തുക്കളായിരുന്നു. കാരണം മാദ്രയും ഹാഷിറാമയും തമ്മിൽ അറിയുന്നതിന് മുമ്പ്, അവരുടെ ക്ലാൻ അല്ലെങ്കിൽ വംശം അറിയുന്നതിന് മുമ്പ് ഇവർ സുഹൃത്തുക്കളായിരുന്നു. ഈ ഒരു സുഹൃത്ത് ബന്ധത്തിൽ ഇവർ കുറേ ഡ്രീംസ് കിട്ടിയിരുന്നു. അതിലൊന്നാമത്തെ കാരണമായിരുന്നു ഇവരുടെ അനിയന്മാരെല്ലാം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരെല്ലാം ഈ ഒരു ക്ലാൻ മാർസിൽ പെട്ട് കുട്ടികൾ അവർ ആഘോഷിക്കേണ്ട പ്രായത്തിൽ ഒന്നും തന്നെ ചെയ്യാതെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മാദ്രയ്ക്കും ഇഷ്ടമല്ലായിരുന്നു, ഹാഷിറാമയ്ക്കും ഇഷ്ടമല്ലായിരുന്നു. സോ ഇവർ ഒരുമിച്ച് ഒരു പ്ലാൻ ചെയ്തിരുന്നു, ഒരു ഷിനോബി വേൾഡിനെ രൂപപ്പെടുത്തിയെടുക്കാൻ, നല്ല ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജിനെ രൂപപ്പെടുത്തിയെടുക്കാൻ. അങ്ങനെ അവർ കാലാന്തരങ്ങളിൽ ഫൈറ്റ് ചെയ്ത് അവസാനം ഹാഷിറാമ മാദ്രയെ തോൽപ്പിക്കുമ്പോൾ ഹാഷിറാമ അപ്പോഴും പറയുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് ഭരിക്കാമെന്ന്. അത് അക്സെപ്റ്റ് ചെയ്ത മാദ്രയും ഹാഷിറാമയും കൂടെ ഒരുമിച്ചാണ് കൊണോഹാഗാക്കുറെ എന്ന് പറയുന്ന ആ ഒരു വില്ലേജ് ഫോം ചെയ്യുന്നത്. സോ സിവിലിയൻസ് എല്ലാം ഇതിന് സമ്മതിച്ചു. കാരണം എല്ലാം വാറിംഗ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്, ഫുള്ള് യുദ്ധത്തിൻ്റെ കാലഘട്ടമാണ്. അത് നിർത്തുവാൻ വേണ്ടി ഇവർ രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞാൽ, സെഞ്ചുവും ഉച്ചിഹയും തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ഇല്ല അവിടെ. വേറെ ഒരു ക്ലാനിനും അത്ര രീതിയിൽ, അതായത് ഇവർ രണ്ടുപേരും ഏറ്റവും മോസ്റ്റ് ഫിയേഡ് മിലിറ്ററി ക്ലാൻ, അണ്ടർലൈൻ ദ വേൾഡ് മിലിറ്ററി ക്ലാൻ. യുദ്ധത്തിനായി ഉപയോഗിക്കുന്ന വംശങ്ങളിൽ ഏറ്റവും ഫിയേഡ് ആയിട്ടുള്ള രണ്ട് ക്ലാനുകൾ ഉച്ചിഹയും നമ്മുടെ സെഞ്ചു ആയിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്ന ഉച്ചിഹ തന്നെയായിരുന്നു. കാരണം ആ ഒരു സെഞ്ചു ക്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജുത്സുവിനായിരുന്നു പേര് കേട്ടിരുന്നെങ്കിൽ ഉച്ചിഹ ക്ലാൻ്റെ മോട്ടോ എന്ന് പറയുന്നത് തന്നെ കൊല്ലുക, അത്രേ ഉള്ളൂ, ഒറ്റ മൈൻഡ്, വേറെ ഒരു കേസും ഇല്ല. ആരാണ് സെഞ്ചു ആണോ ഫ്രണ്ടിൽ കാണുന്നത് ഒന്നും നോക്കണ്ട, കൊല്ലുക എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു. പക്ക അങ്ങനത്തെ ഒരു റിവെഞ്ച്ഫുൾ ആയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു ഉച്ചിഹ ക്ലാൻ ഉണ്ടായിരുന്നത്. നേരെ മറിച്ച് ഹാഷിറാമയുടെ പിതാവിനും, അതായത് സെഞ്ചു ക്ലാനിൽ പെട്ട ഒരാളാണെങ്കിൽ പോലും ഈ ബുട്സുമ സെഞ്ചുവും ഇത് തന്നെയാണ് തൻ്റെ പിള്ളേരോടും പറഞ്ഞു കൊടുത്തിരുന്നത്. ഹാഷിറാമയോട് ഉൾപ്പെടെയുള്ളവരോട് പറഞ്ഞു കൊടുത്തിരുന്നത് ഉച്ചിഹയാണോ നിങ്ങളുടെ എതിര്, അവൻ നമ്മുടെ എനിമിയാണ്, നമ്മുടെ ബ്രദേഴ്സിനെ കൊന്നവരാണ്, അവരെയും കൊന്നേക്കുക. ആ ഒരു ഐഡിയോളജിയാണ് ഹാഷിറാമയുടെ അനിയനായിട്ടുള്ള ടോബിറാമയ്ക്ക് കിട്ടിയിട്ടുള്ളതും. സെയിം ഐഡിയോളജി തന്നെയായിരുന്നു നമ്മുടെ മാദ്രയുടെ അനിയനായിട്ടുള്ള ഇസൂണ ഉച്ചിഹയ്ക്കും കിട്ടിക്കൊണ്ടിരുന്നത്. സോ മാദ്രയ്ക്കും ഹാഷിറാമയ്ക്കും മാത്രമേ നിലവിൽ ആ ഒരു പൊട്ടൻഷ്യലിൽ പോസിറ്റീവായിട്ട് കുഞ്ഞുനാളിൽ ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാലും ടോബിറാമ, അതായത് ഹാഷിറാമയുടെ അനിയനായിട്ടുള്ള ടോബിറാമ ഇസൂണ ഉച്ചിഹനെ കൊന്നതുകൂടിയാണ് മാദ്രയുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോകുന്നത്. ഹാഷിറാമ പിന്നെ എന്തൊക്കെ പറഞ്ഞിട്ടും മാദ്ര അങ്ങോട്ട് കേൾക്കുന്നില്ല. ആ ഒരു റിവെഞ്ച്, ഒന്നാമത്തെ കാര്യം വംശത്തിൽ ഈ ഒരു റിവെഞ്ച്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഹേറ്റഡ് കിടക്കുന്നുള്ളതുകൊണ്ട് തന്നെ മാദ്രയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല. സോ എന്നിരുന്നാലും അവസാനം ഹാഷിറാമ വിജയിക്കുന്നുണ്ട്. എന്നിട്ട് മാദ്ര ഉച്ചിഹയുടെ കൈ കൊടുത്തിട്ടാണ് കൊണോഹാഗാക്കുറെ എന്ന് പറയുന്ന ലീഫ് വില്ലേജ് ഫോം ചെയ്യുന്നത്.
എന്നാൽ കാലാന്തരത്തിൽ ഇവർ തമ്മിൽ പിന്നെയും തെറ്റുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു സാധനം. കാരണം വില്ലേജിനൊരു ഹെഡ് ഉണ്ടാവണമല്ലോ. സോ ആരായിരിക്കും ആ ഒരു വില്ലേജ് ഹെഡിന് പറയുന്ന ടൈറ്റിലിന് പറയുന്ന പേരാണ് ഹൊക്കാഗെ. ആരായിരിക്കും വില്ലേജിന്റെ ഫസ്റ്റ് ഹൊക്കാഗെ എന്നതിൽ ഭയങ്കര രീതിയിൽ ഒരു ഇതുണ്ടായി. അപ്പം നമ്മുടെ ഹാഷ്റാമ എന്ത് പറഞ്ഞു, മാതൃകയോട് പറഞ്ഞു നീ തന്നെയാണ് ഈ ഒരു വില്ലേജ് ഭരിക്കുവാൻ യോഗ്യനെന്ന്. എന്നാൽ ഡോബ്രാമ ഇത് ഒട്ടും സമ്മതിക്കുന്നില്ല. ഡോബ്രാമ അത് പറയുന്നുണ്ട്, എങ്ങനെ മാതൃയെ പോലെ ഒരാൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും റിവെഞ്ച് ആവുമെന്നൊക്കെ പറയുന്നുണ്ട്, നമുക്കിതൊരു വോട്ടിംഗ് സിസ്റ്റം അങ്ങനത്തിൽ പോകാമെന്ന് പറയുന്നു. ബട്ട് ഓഫ് കോഴ്സ് നമുക്കറിയാം എല്ലാവർക്കും ഇഷ്ടമുണ്ടായിരുന്നത് ഹാഷ്റാമ ആയതുകൊണ്ട് തന്നെ വോട്ടിംഗ് കൂടുതൽ ഹാഷ്റാമയ്ക്ക് തന്നെയായിരുന്നു. സോ ഹാഷ്റാമേനെ ഫസ്റ്റ് ഹൊക്കാഗെ ആയിട്ട് നിയമിച്ചു. സോ ഇതെല്ലാം മാതൃയ്ക്ക് ഒരു ചെറിയ രീതിയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാനുള്ള റീസൺ ആയിരുന്നു. ബട്ട് പുള്ളിക്കാരൻ അത് വലിയ കാര്യത്തിൽ എടുത്തില്ല എന്ന് തന്നെ പറയാം. ബട്ട് പിന്നീട് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് ഹാഷിറാമ കഴിഞ്ഞാൽ ആരെന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ടോഗ്രാമയായിരുന്നു അവിടെ നിന്നത്, ഹാഷിറാമയുടെ അനിയൻ. സോ ആ ഒരു കാര്യം കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഉച്ചിഹ ക്ലാനിനെ ചവിട്ടി അമർത്തുമോ എന്നുള്ള ഒരു പേടി മാതൃയ്ക്കുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോഗ്രാമയ്ക്കാണെങ്കിൽ ഉച്ചിഹാസിനെ കാണുകയും പറ്റത്തില്ല. ഹാഷിറാമയുടെ മെൻറ്റാലിറ്റി അല്ലായിരുന്നു ടോഗ്രാമയ്ക്ക് ഉച്ചിഹാനെ കണ്ട അപ്പം കൊല്ലണം, ആ ഒരു മെൻറ്റാലിറ്റി. സോ അതിൽ നിന്നുള്ള ഒരു ഐഡിയ രൂപേണ ആയിരിക്കണം ടോഗ്രാമയാണ് കൊണോഹയുടെ മിലിറ്ററി പോലീസ് ഫോഴ്സായിട്ട് ഉച്ചിഹേനെ നിയമിക്കുന്നത്. അതായത് ഉച്ചിഹ വംശത്തിലുള്ളവരായിരിക്കും കൊണോഹയുടെ പോലീസ് ഓഫീസ്. ഇത് സത്യം പറഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് കാണാം. ഒന്ന്, ഇതൊരു പ്രസ്റ്റീജിയസ് ഡ്യൂട്ടി തന്നെയാണ്, എല്ലാവരെയും സംരക്ഷിക്കാൻ പറ്റും. കാരണം ഉച്ചിഹ ക്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര പവർഫുള്ളാണ്, എല്ലാവരെയും സംരക്ഷിക്കുവാനും പറ്റും. പക്ഷേ റിയാലിറ്റിയിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇവരെ ഒന്ന് കൺട്രോൾ ചെയ്യുകയായിരുന്നു നമ്മുടെ ടോഗ്രാമ. അതായത് പൊളിറ്റിക്സിൽ അവർ വരാതിരിക്കുവാൻ വേണ്ടി അവരെ പോലീസ് ഫോഴ്സിലേക്ക് ലിമിറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഓൺ ദ സെയിം ടൈം അവരെ പെട്ടെന്ന് കാണുവാനും പറ്റും, കണ്ടെയ്ൻ ചെയ്യാനും പറ്റും. ഇത് ടോഗ്രാമയുടെ ഒരു ബുദ്ധി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കാലാന്തരത്തിൽ കുറേ ഉച്ചിഹാസിനെ ഇവർ തന്നെ ഇവരുടെ വില്ലേജിൽ ഒരു ഒരു അധികാരമില്ലാതെ എപ്പോഴും പോലീസ് ഫോഴ്സിൽ തന്നെ കണ്ടെയ്ൻ ചെയ്യപ്പെട്ട് ഒരു പ്രിസണേഴ്സ് എന്ന രീതിയിൽ തോന്നപ്പെടുവാൻ തുടങ്ങി. പിന്നെ നമുക്കറിയാലോ ഈ ഒരു വംശത്തിന് ഒരു കേഴ്സ് ഉണ്ട്, ഹേറ്റ്രഡിൻ്റെ കേഴ്സ്. ഉച്ചിഹാസ് അറിയപ്പെടുന്നത് തന്നെ അൺമാച്ച്ഡ് ആയിട്ടുള്ള ഇൻറ്റൻസിറ്റിയിൽ അവരുടെ ഇമോഷൻസ് ഫീൽ ചെയ്യുന്നതെന്നൊരു രീതിയിലാണ്. ഈ ഒരു ഓവർവെൽമിങ് ആയിട്ടുള്ള ഗ്രീഫ് ആൻഡ് ഒബ്സഷൻ ആണ് ഷരിങ്കൻ എന്ന് പറയുന്ന അവരുടെ ആ ഒരു എബിലിറ്റി, അവരുടെ ഒരു കെക്കെ ഗെൻകൈ അല്ലെങ്കിൽ അവരുടെ ആ കറുത്ത കണ്ണ് എവൈക്കൻ ചെയ്യുവാൻ സാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആരാണ് ഉച്ചിഹ സഫർ ചെയ്യുന്നത് അത്രയും സ്ട്രോങ് ആയിരിക്കും അവരുടെ കണ്ണുകൾ. ഇതേ കണ്ണുകൾ കൊണ്ട് തന്നെയാണ് അവരെ ഗ്രേറ്റസ്റ്റ് പ്രൊട്ടക്റ്റേഴ്സ് എന്നും ഡേഞ്ചറസ് ത്രെഡ്സ് എന്നും വിളിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഉച്ചിഹ ക്ലാനിലെ നറൂട്ടോ യൂണിവേഴ്സിൽ ഉണ്ടാകുന്ന ആ ഒരു ഇമ്പാക്റ്റിനെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് ഉച്ചിഹ ക്ലാൻ്റെ ആ ബ്ലഡ് ലൈൻ പവറിനെ പറ്റി നോക്കാം, ഷരിങ്കനെ പറ്റി. ഞാൻ പറഞ്ഞല്ലോ ഷരിങ്കൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനം അത് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഷരിങ്കൻ്റെ എല്ലാ കാര്യം പറയുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഷരിങ്കൻ വേർഷൻ നിങ്ങൾ അവസാനത്തേക്ക് കാണുക. കാരണം ഡീറ്റെയിൽഡ് വേർഷൻ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഉച്ചിഹ ക്ലാനിന് ബ്ലഡ് ലൈൻ രീതിയിൽ കിട്ടുന്ന ഒരു കെക്കെ ഗെൻകയാണ് ഷരിങ്കൻ, ഷോർട്ട് വേർഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ ഒരു പവർ എന്ന് പറഞ്ഞാൽ ഫയർ റിലീസാണ്, കെയ്റ്റൺ. അതെ, സിഗ്നേച്ചർ എലമെന്റൽ സ്റ്റൈൽ ഓഫ് ഉച്ചിഹ എന്ന് പറയാം. ഉച്ചിഹയുടെ ഏറ്റവും സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു എലമെന്റ് വെച്ചുള്ള സ്റ്റൈലാണ് ഈ ഫയർ റിലീസ്. സാസ്കയൊക്കെ അത് പഠിക്കുന്ന OG സീരീസിൽ നമ്മൾ കാണിക്കുന്നതാണ്. ഇത് അവരുടെ വംശത്തിന് തന്നെ ഒരു ക്രസ്റ്റ് തന്നെയായിരുന്നു. ഒരു മസ്റ്റ് ആയിട്ടുള്ള ഷിനോബി ആകാനാണ് ഉച്ചിഹ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് ഫയർ ബോൾ റിലീസ് ഉണ്ടായിരിക്കുമെന്ന് തന്നെ പറയാം. ഇനി നമ്മൾ കഥയിൽ മുമ്പോട്ട് പോകുമ്പോൾ ഉച്ചിഹയുടെ ഡൗൺഫോൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലങ്ങൾ കഴിഞ്ഞുപോയി. അതായത് നമ്മുടെ 3rd ഹൊക്കാഗെ കഴിഞ്ഞിട്ടുള്ള മിനാട്ടോയുടെ സമയമാണിത്, 4th ഹൊക്കാഗയുടെ സമയം. അവിടെയാണ് 9 ടൈൽസ് അറ്റാക്ക് ഉണ്ടാകുന്നത്. ഇത് സത്യം പറഞ്ഞാൽ കൺട്രോൾ ചെയ്തിരിക്കുന്ന ഒബീറ്റോ ആയിരുന്നു. പക്ഷേ അതിനെ ബ്ലെയിം ചെയ്തത് കാരണം ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഈ ഷരിങ്കൻ വെച്ച് അല്ലെങ്കിൽ ഉച്ചിഹാസിന് 9 ടൈൽഡ് ബീസ്റ്റിനെ ടൈം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് മാതൃ ഉച്ചിഹ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ സിവിലിയൻസ് ഉൾപ്പെടെ, അതുകൂടാതെ തന്നെ ഇതിനകത്ത് ഡാൻസോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു വൃത്തികെട്ട കളിയുണ്ട്. പുള്ളിക്കാരെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഉച്ചിഹ ക്ലാൻസ് ആണ് ഈ 9 ടൈൽ അറ്റാക്കിന് കാരണമെന്ന് പറയുന്നു, അല്ലെങ്കിൽ പറയിപ്പിച്ചു എന്ന് പറയാം. ഇത് സത്യം പറഞ്ഞാൽ പരക്കെയുള്ള ആദ്യം ഒരു കരക്കമ്പി എന്ന് വേണമെങ്കിൽ പറയാം. അത് പിന്നെ നാട്ടുകാരെല്ലാവരും അറിയാൻ തുടങ്ങി. ഈവൻ ഉച്ചിഹാസിന് വരെ മനസ്സിലായി എല്ലാവരും തങ്ങളെ ഒരു സസ്പീഷ്യസിലൂടെയാണ് നോക്കുന്നതെന്ന്. സോ ഇവരെന്നാ ചെയ്തു, ഇതിൻ്റെ ക്ലാൻ ഹെഡ് ആയിട്ടുള്ള ഫുഗാക്കു, അതായത് ഇറ്റാച്ചിയുടെ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരു ത്രെട്ട് അല്ലെങ്കിൽ ഹൊക്കാഗേനെ ഓവർത്രോ ചെയ്യാൻ വേണ്ടി ഒരു കാര്യം നോക്കി. ഇതിൻ്റെ അകത്തൊക്കെ ഇടയ്ക്ക് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഡാൻസോയുടെ ഒക്കെ കാര്യങ്ങൾ നമുക്കറിയാം. എന്നിരുന്നാലും ഇവൻച്വലി നമ്മുടെ ഡാൻസോ ഒരു തീരുമാനം എടുക്കുകയാണ്. ഡാൻസോയ്ക്ക് ഒന്നാമത്തെ കാര്യം ഉച്ചിഹാനെ കാണാൻ പറ്റില്ല. ഡാൻസോ ഇത് ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഉച്ചിഹ നമ്മുടെ നാട്ടിലുള്ളത്രയും കാലം ഇവർ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുമെന്നുള്ള ഒരു ഐഡിയോളജി ആയിരുന്നു നമ്മുടെ ഡാൻസോയ്ക്ക്. ഡാൻസോയും നമ്മുടെ ഹാമുറയും കോഹർ, അതായത് എൽഡേഴ്സിനെയും കൂടെ കൂട്ടിയിട്ട് അവർ സീക്രട്ടായിട്ട് ദ വൺ ആൻഡ് ഓൺലി ലെജൻഡറി ആയിട്ടുള്ള ഇറ്റാച്ചി ഉച്ചിഹയ്ക്ക് ഒരു ടാസ്ക് അങ്ങോട്ട് കൊടുത്തു.
എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ടു വൈപ്പ് ഔട്ട് ഹിസ് ഓൺ ക്ലാൻ ടു പ്രിവെൻറ്റ് സിവിൽ വാർ. എൻറ്റയർ ഉച്ചിഹ ക്ലാനിനെ, തൻ്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെയുള്ള എൻറ്റയർ ഉച്ചിഹ ക്ലാനിനെ വൈപ്പ് ഔട്ട് ചെയ്യുക, ഒരു കൂട്ടക്കൊല മസ്കാര ചെയ്യുക. ഇറ്റാച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലീഫ് വില്ലേജിന് വേണ്ടി കംപ്ലീറ്റ്ലി ലോയൽ ആയിട്ടുള്ള ഒരു പ്രതിഭാസം തന്നെയായിരുന്നു. എന്നിരുന്നാലും ഇറ്റാച്ചി ഒബീറ്റോയുടെയും കൂടെ ഹെൽപ്പ് കൊണ്ട് എൻറ്റയർ ഉച്ചിഹ ക്ലാനിനെ മസ്കാര ചെയ്തു ഒരു സിംഗിൾ നൈറ്റിൽ. ഒരേ ഒരാൾ മാത്രമാണ് ഇറ്റാച്ചി കൊല്ലാതിരുന്നത്, അത് അദ്ദേഹത്തിൻ്റെ യങ്ങർ ബ്രദർ ആയിട്ടുണ്ടായിരുന്ന സാസ്കേനെയാണ്. ഈ ഒരു സംഭവം ബഹുലമായ ഈ ഒരു സംഭവം കാരണം ആ ഒരു രാത്രിക്ക് ശേഷം സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഉച്ചിഹ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എടുത്തു പറയുകയാണെങ്കിൽ സാക്ഷാൽ ഇറ്റാച്ചി കൊല്ലാതെ വിട്ട് ആകെ ഒരേ ഒരു ഉച്ചിഹ ആയിട്ടുണ്ടായിരുന്ന സാസ്കെ ഉച്ചിഹ, പിന്നെ ഇറ്റാച്ചിനെ ഇതിനെ സഹായിച്ച ടോബി എന്നറിയപ്പെടുന്ന ഒബീറ്റോ ഉച്ചിഹ, ആൻഡ് ഫൈനലി റിവൈവ്ഡ് ആയിട്ടുള്ള മാദറ. ഇവരൊഴിച്ച് ബാക്കിയുള്ള എൻറ്റയർ ഉച്ചിഹ വംശത്തിനെ തന്നെ ഇറ്റാച്ചി ഇല്ലായ്മ ചെയ്തു. നിങ്ങളൊരു കാര്യം ഓർക്കണം, ഷെരിങ്കൻ എന്ന് പറയുന്നത് പവർഫുൾ ആയിട്ടുള്ള ഒരു ഐ ആണ്. ആ ഒരു ഐ പൊസസ് ചെയ്തിരിക്കുന്ന എത്ര യോദ്ധാക്കളെയാണ് ഒരു സിംഗിൾ നൈറ്റിൽ ഇറ്റാച്ചി കൊന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഒന്നൊന്നര ഐറ്റമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറ്റാച്ചിക്ക് ഇത്ര ഫാൻസ്. കാരണം കൊല്ലുന്ന ഒരു സൈഡ്, അദ്ദേഹം അനുഭവിച്ച മെൻ്റൽ സ്ട്രെസ് വേറൊരു സൈഡ്, ഇത്ര പവർഫുൾ ആയിരുന്നിട്ടും ഉച്ചിഹ ആയിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ വില്ലേജിനോടുള്ള സ്നേഹം, അനിയനോടുള്ള സ്നേഹം, അത് വേറൊരു സൈഡ്. അതുകൊണ്ട് തന്നെയാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ക്യാരക്ടർ ഇൻ അനിമേ സീരീസ് ഇൻ നാറൂട്ടോ എന്ന് പറയുന്നത് ഇറ്റാച്ചിനെ തന്നെയാണ്. ഇനി നമുക്ക് ഉച്ചിഹ ക്ലാനിലെ കീ മെമ്പേഴ്സിനെ നോക്കുകയാണെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞല്ലോ ഉച്ചിഹ ക്ലാനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന മിക്ക ആൾക്കാരും ഐക്കോണിക് ക്യാരക്ടേഴ്സാണ്. ആദ്യം തന്നെ ദ ഗോസ്റ്റ് ഓഫ് ഉച്ചിഹ, ദ മാൻ ഹു സ്റ്റാർട്ടഡ് ഇറ്റ് ഓൾ. ആദ്യം തന്നെ പറയുന്നു മാദറ ഉച്ചിഹ, ഫൗണ്ടർ, അവൈക്കൻഡ് എറ്റേണൽ മങ്കേക്യോ ഷെരിങ്കൻ ആൻഡ് റെനഗൻ എന്ന് തന്നെ പറയാം. റെനഗൻ പോസസ് ചെയ്ത, അതായത് ഹാഷറാമ സെൽസ് വിജയ് ആണെങ്കിൽ കൂടി റെനഗൻ എന്ന് പറയുന്ന അത്രയും ഗോഡ് ലൈക്ക് പവേഴ്സ് വരുന്ന ആ ഒരു ഐ പോസസ് ചെയ്ത മാദറ ഉച്ചിഹ എന്നാ പറയണ്ടേ, നിയർലി ഡിസ്ട്രോയിഡ് ദ വേൾഡ് എന്ന് തന്നെ പറയാം. മാദറ ഉച്ചിഹയാണ് നമ്പർ 1. രണ്ടാമത്തെ ഇസൂണ ഉച്ചിഹയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെ, മാദറയുടെ അനിയൻ. ഈ ഒരു ഉച്ചിഹനെ പറ്റി നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇസൂണ ഉച്ചിഹ മാദറയ്ക്ക് തുല്യനായിരുന്നു എന്നാണ് പറയുന്നത് കോമ്പാക്റ്റിൽ. അതായത് എറ്റേണൽ മാങ്കേക്യോ ഷെരിങ്കൻ അവയ്ക്ക് ചെയ്യുന്നതിന് മുമ്പുള്ള മാദറ നമ്മുടെ ഇസൂണ ഉച്ചിഹയ്ക്ക് തുല്യനായിരുന്നു. സോ ഇസൂണയും ചില്ലറക്കാരനൊന്നുമല്ല, ബട്ട് ടോബിറാമ എൻഡേഴ്സ് ദി ചാറ്റ്. മൂന്നാമത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഷീസൂയി ഉച്ചിഹനെയാണ്. യെസ്, കുറച്ച് സ്ക്രീൻ ടൈം മാത്രമാണ് എൻറ്റയർ സീരീസിൽ ഷീസൂയിക്ക് കിട്ടിയെങ്കിലും ഇദ്ദേഹത്തിനുള്ള ഒരു ഫാൻ ബേസ് എന്ന് പറയുന്ന അന്യായമാണ്. അതിനൊരു റീസണേ ഉള്ളൂ, ഇറ്റാച്ചി ഉച്ചിഹ അഡ്മയർ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ഏറ്റവും പവർഫുൾ ഐ എന്ന് പലതവണ സീരീസിൽ പറയുന്നത് ഉച്ചിഹയിൽ ഈ ഷീസൂയി ഉച്ചിഹയുടെ ഐ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഡാൻസ് അത് അടിച്ചു മാറ്റാൻ നോക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൊട്ടമാട്സുക്കുമിയിലുള്ള മാസ്റ്ററിയൊക്കെ വേറെ ലെവലാണ്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ലെജൻഡറി ഗോട്ടായിട്ടുള്ള ഇറ്റാച്ചി ഉച്ചിഹ, അൻപുവിൻ്റെ ക്യാപ്റ്റൻ, ക്ലാൻ കില്ലർ, വേറെ എന്തൊക്കെ പറയാനാണ്. ഇറ്റാച്ചിയെ പറ്റി ഒരു എൻറ്റയർ വീഡിയോ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇറ്റാച്ചി മാത്രമല്ല കേട്ടോ, എല്ലാവരെയും പറ്റി. നെക്സ്റ്റ് ഒബീറ്റോ ഉച്ചിഹ. യെസ്, ടോബിയായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് 4th ഷിനോബി വേൾഡ് വാറിൻ്റെ ഒരു കനോൺ ആയിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ് ഒബീറ്റോ ഉച്ചിഹ. പിന്നെ നറൂട്ടോ സീരീസിലെ ലാസ്റ്റ് ഉച്ചിഹയുടെ ട്രൂ പിൻഗാമി സാസ്കെ ഉച്ചിഹ, നാറൂട്ടോയുടെ റൈവൽ, ക്ലാനിൻ്റെ വെഞ്ചൻസ് നെഞ്ചിലേറ്റിയവൻ, ഇവഞ്ച്വലി അവസാനം നമ്മുടെ ഷിനോബി വേൾഡിന് ഹെൽപ്പ് ചെയ്തു. പിന്നെ പറയുകയാണെങ്കിൽ ഇറ്റാച്ചിയുടെ അച്ഛനായിട്ടുള്ള ഫുഗാക്കു ഉച്ചിഹ, ഫുഗാക്കും അൺമാച്ച്ഡ് ഇൻ ഷെരിങ്കൻ മാസ്റ്റർ എന്ന് തന്നെ പറയാം. ക്ലാൻ ഹെഡാണ്, റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ലീഡർ കൂടിയായിരുന്നു ഫുഗാക്കു ഉച്ചിഹ. പിന്നെ നമ്മുടെ ഫുഗാക്കുവിൻ്റെ വൈഫായിട്ടുള്ള മിക്കോട്ടോ ഉച്ചിഹ, ഇവരെയൊക്കെ തന്നെയാണ് മെയിൻലി ഉച്ചിഹ മെമ്പേഴ്സിൽ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും നാറൂട്ടോ സീരീസിൽ കാണുവാൻ സാധിക്കുന്നത്. ഇനി നാറൂട്ടോ സ്റ്റോറിയിൽ ഞാൻ ആദ്യം പറഞ്ഞ എല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഈ ഒരു ഉച്ചിഹ വേഴ്സസ് സെൻചു കോൺഫ്ലിക്റ്റ് തന്നെയാണ് ഷിനോബി ഹിസ്റ്ററിയുടെ ഫൗണ്ടേഷൻ. അവരുടെ ഡൗൺഫോൾ ആണ് എൻറ്റയർ നാറൂട്ടോ സീരീസിൽ സാസ്കെയും നാറൂട്ടോയും തമ്മിലുള്ള റൈവൽറിക്ക് ആ ഒരു ക്യാരക്ടർ ആർക്കിന് സാധ്യമാക്കപ്പെട്ടത്. ഇറ്റാച്ചിയുടെ സാക്രിഫൈസ് ആണെങ്കിൽ കൊണോഹയുടെ ഡാർക്ക് സൈഡ് ഓഫ് പൊളിറ്റിക്സിനെ കാണിക്കുന്നതാണ്. ഒബീറ്റോ ഉച്ചിഹയും മാദറ ഉച്ചിഹയുമാണ് മെയിൻ അണ്ടഗോണിസ്റ്റ്. പിന്നെ ഏതൊരു മേജർ ആർക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഷെരിങ്കൻ്റെ പവറും മാങ്കെക്യോ ഷെരിങ്കൻ്റെ പവറും റെനഗൻ്റെ പവറും അതുല്യമായിട്ട് തന്നെ കാണിക്കുന്നു. ഇത് മൂന്നും പൊസസ് ചെയ്ത ഒരാളായിരുന്നു നമ്മുടെ ഈ പറഞ്ഞ, അതായത് മൂന്നെന്ന് പറഞ്ഞാൽ എവോൾവ് ആയി വന്നതാണ് മാദറ ഉച്ചിഹയ്ക്ക്. ഫൈനലി ലെഗസി രൂപേണ പറയുകയാണെങ്കിൽ ഈ ഒരു ക്ലാനാണ് ഏറ്റവും കൂടുതൽ ഹേറ്റഡ്, ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഷിനോബി വേൾഡിനെ മറ്റൊരു ക്ലാനിനും തകർക്കാൻ പറ്റാത്ത രീതിയിലാക്കിയെടുത്തതും ഈ ഒരു ഉച്ചിഹ ക്ലാൻ തന്നെയാണ്. ട്രാജഡി എന്ന് പറയാം, പവർ, ലവ് ആൻഡ് ഹേറ്റഡിൻ്റെ ഒരു ട്രാജഡി ഓഫ് ക്ലാൻ തന്നെയായിരുന്നു ഈ ഒരു ഉച്ചിഹ ക്ലാൻ.
നാറൂട്ടോന്റെ ഷിപ്പുദീൻ അവസാനിക്കുമ്പോഴേക്ക് സൈക്കിൾ ഓഫ് ഹേഡ്രഡ് ഒരു പൂർണ്ണമായെന്ന് തന്നെ പറയാം. അതായത് ഇന്ദ്രയിൽ തുടങ്ങി സാസ്കെ ആ ഒരു സമാധാനത്തിനായി നാറൂട്ടോയുടെ അലോങ് സൈഡ് ചേരുന്ന ഒരു നിർദ്ദേശത്തിൽ ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയെന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയൊക്കെയാണ് നിലവിൽ ഉച്ചിഹ ക്ലാനിനെ പറ്റി നാറൂട്ടോയുടെ എൻറ്റയർ സീരീസിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയാത്ത എന്തേലും കാര്യങ്ങൾ, അതായത് ഇവിടെ ഞാൻ എൻറ്റയർ ക്ലാനിൻ്റെ മെമ്പേഴ്സിനെ ഡീപ്ലി അനാലിസ് ചെയ്തൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈവൻ ഇവരുടെ പവേഴ്സ് പോലും എൻറ്റയർ ഉച്ചിഹ ക്ലാനിൻ്റെ ഇൻഡിവിജ്വൽ പവേഴ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ വീഡിയോസിൽ നമ്മൾ പറയുന്നതായിരിക്കും. ജനറലൈസ് ചെയ്ത ഉച്ചിഹ ക്ലാനിൻ്റെ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആഡ് ഓൺ ചെയ്താൽ മതി. കറക്റ്റായിട്ടാണ് വാലിഡേറ്റ് ചെയ്തെന്ന് നമ്മളൊന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. ഇനിയും നാറൂട്ടോ യൂണിവേഴ്സിലെ ഓരോരോ ക്ലാൻ ഡീറ്റെയിൽസും ഓരോരോ ക്യാരക്ടർ ആർക്കും ഓരോരോ പേഴ്സണൽ ക്യാരക്ടർ അനാലിസിസ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സോ ഇനി ഷരിങ്കൻ്റെ വീഡിയോ ആണ്, കാണാത്തവർ അതിനി കണ്ടോളൂ. നാറൂട്ടോയുടെ ലോകത്ത് എല്ലാം കാണുന്ന, എല്ലാം പകർത്തുന്ന, നഷ്ടത്തിൽ കെട്ടിച്ചമച്ച് പ്രതികാരത്താൽ മൂർച്ച കൂട്ടിയ ഒരു കണ്ണ്, ഉച്ചിഹയുടെ സിന്ദൂരവും ശാപവുമായ ഒരു കണ്ണ്. അത് കേവലം നിങ്ങളുടെ നീക്കങ്ങൾ മാത്രമല്ല കോപ്പിയടിക്കുന്നത്, നിങ്ങളുടെ മനസ്സിനെ വായിക്കുകയും നിങ്ങളുടെ വിധിയെ വളച്ചൊടുക്കുകയും യാഥാർത്ഥ്യത്തെ തിരുത്തി എഴുതുകയും ചെയ്യുന്നു. ഇതിഹാസമായവർ പോലും അതിനെ ഭയപ്പെടുന്നു, ശത്രുക്കൾ അതിൽ വീഴുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമേ അതിൽ നിന്ന് രക്തം വാർക്കുവാനുള്ള കഴിവുള്ളൂ. എന്തിനേറെ പറയുന്നു, ദേവന്മാർക്ക് പോലും അതിനെ നോട്ടത്തിൽ നിന്ന് ഒളിക്കുവാൻ കഴിയില്ല. നിങ്ങൾക്ക് ആയുധങ്ങളിൽ നിന്ന് ഓടുവാൻ കഴിയും, പക്ഷേ നിങ്ങളുടെ ആത്മാവിനെ കാണുന്ന ഈ കണ്ണിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയില്ല. ഇതൊരു സാധാരണ കാഴ്ചയല്ല, 1000 യുദ്ധങ്ങളുടെ പാരമ്പര്യമാണ്. അതെ, ഉച്ചിഹ വംശജ്വാലയുടെ ശപിക്കപ്പെട്ട സമ്മാനം ഷെറിങ്കൻ. ഓക്കെ ഫൈൻ, ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് നാറൂട്ടോ സീരീസിൽ തുടക്കം തൊട്ട് തന്നെ നമ്മുടെ മനസ്സിനെ ആകർഷിച്ച ആ ഒരു കെക്ക ഗെൻകൈയാണ്. അതെ, ഷറിങ്കൻ. നാറൂട്ടോ ലോകത്തിലെ 3 ഗ്രേറ്റ് ഡൊജിറ്റ്സുകളിൽ ഒന്നാണ് ഷറിങ്കൻ. റെനഗൻ്റെ അത്ര പവർ ഇല്ലെങ്കിലും ബ്യാക്കുഗാന്റെ മണ്ടയിലാണ് ഇതിന്റെ മങ്കെക്യോ ഷറിങ്കൻ എന്ന് പറയുന്ന ഡിഫറെന്റ് ലെവൽ. ഷരിങ്കാന്റെ ഒറിജിനൽ പവേഴ്സ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്ഭവം തന്നെ നമ്മുടെ ഔട്സുത്സുക്കി ഗോഡ് ക്ലാനിൽ നിന്നാണ്. കാഗയുടെ മകനായിട്ടുള്ള ഹോഗ്രോമ ഔട്സുത്സുക്കിയുടെ മകനായിട്ടുള്ള ഇന്ദ്രയാണ് ഷരിങ്കന്റെ ഫസ്റ്റ് വീൽഡർ. അതുകൊണ്ട് തന്നെ ഹാഗ്രോമയുടെ പവർഫുൾ ഐസും സ്പിരിച്വൽ എനർജിയും ഇൻഹെറിറ്റ് ചെയ്ത മകനായിട്ടുള്ള ഇന്ദ്രനെയാണ് ഉച്ചിഹ ക്ലാനിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത്. കാരണം ഉച്ചിഹ ക്ലാനിൽപ്പെട്ടവർക്ക് മാത്രമേ ഈ ഒരു ഐ അല്ലെങ്കിൽ കണ്ണുള്ളൂ. ഇങ്ങനെയാണ് ഇതൊരു കെക്കെ ഗെൻകൈ ആയത്. അതായത് കറക്റ്റായിട്ട് ഒരു ബ്ലഡ് ലൈൻ ഉള്ളവർക്ക് മാത്രമേ ഷരിങ്കൻ കിട്ടുകയുള്ളൂ. അല്ലാതെ ചെയ്യണമെങ്കിൽ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കണം. ഇനി നമുക്ക് ഈ ഷരിങ്കൻ എങ്ങനെ അവേക്കൺ ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ ഇമോഷണൽ കാറ്റലിസ്റ്റ് ആകണം. അതെ, എന്തേലും ഭയങ്കരമായിട്ട് ഇമോഷണലി നമ്മളെ ട്രിഗർ ചെയ്താലോ അല്ലെങ്കിൽ ഒരു ട്രോമയോ അല്ലെങ്കിൽ വലിയൊരു നഷ്ടമോ ഒക്കെ കൊണ്ട് നമുക്ക് ഈ ഷരിങ്കൻ അവേക്കൺ ചെയ്യാൻ സാധിക്കും. ഷരിങ്കനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ മെയിൻലി 3 തരത്തിലാണ് ഉള്ളത്. 1 ബേസ് ഷരിങ്കൻ, 2 മാങ്കെക്യോ ഷരിങ്കൻ, 3 എറ്റേണൽ മാങ്കെക്യോ ഷരിങ്കൻ. ഉച്ചിഹ വംശത്തിലുള്ളവർ ആദ്യം അവേക്കൺ ചെയ്യുന്ന ഷരിങ്കനാണ് ബേസ് ഷരിങ്കൻ. ബേസ് ഷരിങ്കൻ ആക്ടിവേറ്റ് ആകുമ്പോൾ അതിൽ ബേസിക്കലി ഒരു 1 തൊട്ട് 3 വരെയുള്ള ടൊമോയികളെയാണ് കാണുവാൻ സാധിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഒറിജിനൽ സീരീസിൽ സാസ്കെ ഷരിങ്കൻ അവേക്കൺ ആക്കുന്നത് ആ ഒരു നാറൂട്ടോനെ ഹാക്കു വേദനിപ്പിക്കുമ്പോഴാണ്. ഈ ഒരു ബേസ് ഷരിങ്കന്റെ എബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ എൻഹാൻസ്ഡ് ആയിട്ടുള്ള പെർസെപ്ഷൻ, അതായത് ഭയങ്കര സ്പീഡിലുള്ള മൂവ്മെന്റ്സിനെ വരെ കാണുവാൻ സാധിക്കും. രണ്ടാമത്തേത് പ്രിഡിക്റ്റ് ഒപ്പോണൻസ് മൂവ്സ്, അതെ നമ്മുടെ എനിമിയുടെ മൂവ്സിനെ പ്രിഡിക്റ്റ് ചെയ്യുവാൻ സാധിക്കും. മൂന്നാമത്തേത് ലിമിറ്റഡ് ഗെൻജിറ്റ്സു റെസിസ്റ്റൻസ് ആൻഡ് യൂസേജ് ആണ്. അതായത് ഒരു പരിധിവരെയുള്ള എല്ലാ ഗെൻജിറ്റ്സുവിനെയും നമുക്ക് ഈ ഷരിങ്കൻ രൂപേണ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഫൈനലി കോപ്പിയിങ് നിൻജിറ്റ്സു, ഗെൻജിറ്റ്സു ആൻഡ് ടൈജിറ്റ്സു ആണ്. അതെ, ഏത് തരത്തിലുള്ള ജിറ്റ്സു ആണെങ്കിലും നമുക്ക് ഈ ഷരിങ്കൻ ഉപയോഗിച്ച് കോപ്പി ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ കോപ്പി ചെയ്ത ഒരു നോൺ ഉച്ചിഹ ആയിട്ടുള്ള ഒരു ഷരിങ്കൻ യൂസർ ഉണ്ട്. അതെ, ഒരു ഒറ്റ ഷരിങ്കൻ ആയിക്കൊണ്ട് 1000-ൽ പരം ജുറ്റ്സുകൾ കോപ്പി അടിച്ച കക്കാഷി ഹട്ടാക്കെ. അതിനെപ്പറ്റി വേറൊരു വീഡിയോ ചെയ്യാം. സോ ബേസ് ഷരിങ്കന്റെ മെയിൻ ആയിട്ടുള്ള പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് ഇതാണ്. ഇനിയുള്ളതാണ് മാങ്കെക്യോ ഷരിങ്കൻ. മാങ്കെക്യോ ഷരിങ്കൻ ബേസ് ഷരിങ്കനേക്കാൾ ഭയങ്കര പവർഫുൾ ആണ്. കമ്പാരിസൺ സ്കെയിലിൽ നമ്മൾ ബ്യാക്കുഗാനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബേസ് ഷരിങ്കൻ ഒരിക്കലും ബ്യാക്കുഗാന് എതിരാളിയല്ല. എന്നാൽ മാങ്കെക്യോ ഷരിങ്കൻ ഉറപ്പായിട്ടും ബ്യാക്കുഗാന്റെ മുകളിൽ നിൽക്കുന്ന ഒരു ഷരിങ്കൻ ടെക്നിക്കാണ്. ഈ ഒരു മാങ്കെക്യോ ഷരിങ്കൻ അവേക്കൺ ചെയ്യണമെങ്കിൽ ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷണൽ ട്രോമയിൽ കൂടെ ഒരാൾ കടന്നു പോകണം. എന്നാൽ ഉച്ചിഹ ക്ലാനിലുള്ളവർ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മിത്ത് ആൻഡ് തിയറി ഇങ്ങനെയാണ്: നമ്മുടെ കൂടപ്പിറപ്പിനെ അല്ലെങ്കിൽ അത്രയും സ്നേഹിക്കുന്ന ഒരാളെ കൊന്നാൽ മാത്രമേ നമുക്ക് മാങ്കെക്യോ ഷരിങ്കൻ അവേക്കൺ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ അങ്ങനെയല്ല, നമ്മളത് വിറ്റ്നസ് മാത്രം ചെയ്താൽ മതി. നമ്മുടെ കൂടെ അത്രയും സ്നേഹിച്ച് നിൽക്കുന്ന ഒരാളുടെ ആ ഒരു മരണം എല്ലാം കാണുമ്പോൾ കിട്ടുന്ന ഇൻറ്റൻസ് ഇമോഷണൽ ട്രോമയിൽ നിന്നുണ്ടാകുന്നതാണ് മാങ്കെക്യോ ഷരിങ്കൻ.
ഇത് ഞാൻ പറയുന്നത് നാരുട്ടോയുടെ ഡേറ്റാ ബുക്കിൽ മാംഗെക്യൂ ഷെറിംഗൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. മാംഗെക്യൂ ഷെറിംഗൻ അവേക്കൺ ത്രൂ ഇന്റൻസ് ഇമോഷണൽ ട്രോമ ഓഫൺ ഡ്യൂ ടു വിറ്റ്നസിംഗ് ദ ഡെത്ത് ഓഫ് സമ്മൺ വെരി ക്ലോസ്. ഇതിൽ ഒരാളെ കൊല്ലണമെന്നൊന്നും പറയുന്നില്ല. പിന്നെ ഈ മാംഗെക്യൂ ഷെറിംഗൻ്റെ യൂസറിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അവർക്ക് കിട്ടുന്ന യൂണീക്ക് എബിലിറ്റീസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇറ്റാച്ചി ഉച്ചിഹയ്ക്ക് ടൈം ആൾട്ടറിങ് ഗെഞ്ചിറ്റ്സു ആയിരുന്നു, അതായത് സൂക്കിയോമി. പിന്നെ അമറ്ററാസു, പിന്നെ സുസാനോ. സാസ്കയ്ക്ക് അമറ്ററാസും ഫ്ലെയിം കൺട്രോളും സുസാനോയും. ഷീഷുയി ഉച്ചിഹയ്ക്ക് മൈൻഡ് കൺട്രോളും. ഒബീറ്റോയ്ക്ക് സ്പേസ് ടൈം റാപ്പിംഗ് ആയിട്ടുള്ള കാമുയും. പിന്നെ മാദ്ര ഉച്ചിഹയ്ക്ക് സുസാനോസിൻ്റെ എൻഹാൻസ്ഡ് പെർസെപ്ഷനും കിട്ടി. ഈ മാംഗെക്യൂ ഷെറിംഗൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രൊളോങ് ചെയ്യുന്നതനുസരിച്ച് വിഷൻ ലോസ് ആവാൻ അല്ലെങ്കിൽ കാഴ്ചശക്തി നഷ്ടപ്പെടുവാൻ ചാൻസ് ഉണ്ട്. അതിന് ഒരു കൗണ്ടർ അറ്റാക്ക് എന്ന രൂപേണയാണ് മൂന്നാമത്തെ ടൈപ്പായിട്ടുള്ള ഷെറിംഗൻ വരുന്നത്. അതെ, എറ്റേണൽ മാംഗെക്യൂ ഷെറിംഗൻ. മൂന്നാമത്തെ ടൈപ്പായിട്ടുള്ള എറ്റേണൽ മാംഗെക്യൂ ഷെറിംഗൻ അവേക്കൺ ചെയ്യാൻ പറ്റില്ല. ഇത് അച്ചീവ് ചെയ്യാമെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ മാംഗെക്യൂ ഷെറിംഗൻ ഉള്ള ഒരു സിബ്ലിങ്ങിൻ്റെ മാംഗെക്യൂ ഷെറിംഗൻ നമ്മുടെ കണ്ണിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. അങ്ങനെ രണ്ട് മാംഗെക്യൂ ഷെറിംഗൻ കോമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ ഒരു പെർമനന്റ് വിഷൻ കിട്ടും. അതുപോലെ തന്നെ മാസീവ് പവർ ബൂസ്റ്റുമായിരിക്കും ഈ എറ്റേണൽ മാംഗെക്യൂ ഷെറിംഗൻ ഉള്ളത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള യൂസേഴ്സിനെ പറയുകയാണെങ്കിൽ നമ്മുടെ സാസ്കെ ഉച്ചിഹയും മാദ്ര ഉച്ചിഹയുമാണ്. ഷെറിംഗൻ്റെ എവല്യൂഷൻ്റെ ഏറ്റവും അറ്റമെന്ന് പറയുന്നത് റിനഗനാണ്. അതെ, ഡിസെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എവല്യൂഷനാണ് നമ്മുടെ ഷെറിംഗൻ്റെ റിനഗൻ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഉച്ചിഹ വംശത്തിലുള്ളവരെല്ലാം ഇന്ദ്രയുടെ ആ ഒരു വംശപരമ്പര പിന്തുടരുന്നവരാണ്. ഇന്ദ്രയുടെ സഹോദരനായിട്ടുള്ള അസുരയുടെ ചക്രങ്ങളെ കോമ്പൈൻ ചെയ്യുകയാണെങ്കിൽ റിനഗൻ ഒരാൾക്ക് പോസസ് ചെയ്യാൻ പറ്റും. അതായത് ഉച്ചിഹ ക്ലാനിലുള്ളവർക്ക് ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ റിനഗൻ ഒബ്റ്റെയിൻ ചെയ്യാനുള്ള ചാൻസസ് ഹൈ ആണ്. ഇത് ഒബ്റ്റെയിൻ ചെയ്ത ആൾക്കാരും മാദ്രയും സാസ്കയും മാത്രമാണ്. ബേസിക് ആയിട്ടുള്ള പവർ ടെക്നിക്സ് ഞാൻ പറഞ്ഞിരുന്നു. എന്നാലും എറ്റേണൽ ആയിട്ടുള്ള ഇന്ത്യയും കൂടെ പവർ ടെക്നിക്സ് പറയുകയാണെങ്കിൽ ആ ഉള്ള ബേസിക്കിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതായത് പെർസെപ്ഷൻ ആൻഡ് പ്രെഡിക്ഷൻ. ഒരാളെ അനലൈസ് ചെയ്ത് പ്രിഡിക്റ്റ് ചെയ്ത് അയാളുടെ ചക്ര ഫ്ലോയിലൂടെ കാണുവാൻ വരെ നമുക്ക് ഈ ഷെറിംഗൻ ഉപയോഗിച്ച് സാധിക്കും. പിന്നെ കോപ്പിയിങ് ടെക്നിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു നിൻജുറ്റ്സോ ഗെൻജുറ്റ്സോ ടൈജുറ്റ്സോ മിമിക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഏറ്റവും വലിയ എക്സാമ്പിൾ കക്കാഷി. പിന്നെ മൂന്നാമത്തത് ഗെൻജുറ്റ്സു ആണ്. അതെ, ഇലൂഷൻ. ദ ഗോഡ് ഓഫ് ഗെൻജുറ്റ്സു എന്ന് തന്നെയാണ് ഇറ്റാച്ചി ഉച്ചിഹനെ വിളിക്കുന്നത്. എനിമീസിനെ പവർഫുൾ ഇലൂഷൻസിൽ ട്രാപ്പ് ചെയ്യാൻ ഇങ്ങനത്തെ ഒരാൾക്ക് സാധിക്കും. പിന്നെ മാംഗെക്യൂ ഷെറിംഗൻ്റെ സ്പെഷ്യൽ എബിലിറ്റീസ് എന്ന് പറഞ്ഞതുപോലെ തന്നെ സൂക്കയോമി, അതായത് ട്രാപ്സ് ഒപ്പോണൻസിനെ ടൈം ഡൈലേറ്റഡ് ഇലൂഷൻ റലത്തിലേക്ക് എനിമീസിനെ ട്രാപ്പ് ചെയ്യും. പിന്നെ അമറ്ററാസു, ബ്ലാക്ക് ഫ്ലെയിംസ് ദാറ്റ് ബേൺസ് അൺടിൽ ദ ടാർഗറ്റ് ഈസ് ആഷ്. അതെ, ഒരിക്കലും അണയാത്ത തീ പോലെ ടാർഗറ്റ് എൻഡ് ചെയ്യുന്നതരം വരെ അതവിടെ കത്തിക്കൊണ്ടേയിരിക്കും. പിന്നെ കാമുയി, എനിമീനെ അനദർ ഡയമെൻഷനിലേക്കും പിന്നെ സ്പേസിനെ റാപ്പ് ചെയ്യാനൊക്കെ ഈ കാമുയി വെച്ച് പറ്റും. പിന്നെ സുസാനോ, അറിയാലോ, ഒരു ആർമർ ഡയറ്റിയാണ്, ചക്ര ആർമർ ഡയറ്റിയാണ് സുസാനോ. ഒരു ഒന്നൊന്നര ഡിഫെൻസിനും ഒഫൻസിനും നമുക്ക് ഈ സുസാനോ ഉപയോഗിക്കാവുന്നതാണ്. നാറൂട്ടോ സീരീസിൽ ഉടനീളമുള്ള ഫേമസ് ആയിട്ടുള്ള ഷെറിംഗൻ യൂസേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ആദ്യം മനസ്സിൽ വരുന്ന ഇറ്റാച്ചി ഉച്ചിഹയായിരുന്നു. കാരണം മാസ്റ്റർ ഓഫ് സൂക്കയോമി മാൻ അമറ്ററാസു ആയിരുന്നു ഇറ്റാച്ചി. പിന്നെ രണ്ടാമത്തെ സാസ്കെ ഉച്ചിഹ, അത് എറ്റേണൽ മാംഗെക്യൂ ഷെറിംഗൻ, അമറ്ററാസു, ഫ്ലെയിം കൺട്രോൾ, സുസാനോ ഇതെല്ലാം സാസ്കയ്ക്കും ഉണ്ടായിരുന്നു. മൂന്നാമത്തെ കക്കാഷി അട്ടാക്കെ, അതെ, നോൺ ഉച്ചിഹ ആയിട്ട് പോലും ഷെറിംഗൻ വെച്ച് ഇത്രയധികം ഒരു ഉച്ചിഹയ്ക്ക് കഴിയുന്നതിൻ്റെ അപ്പുറം കാണിച്ച ഒരാളാണ് ഈ കക്കാഷി. പിന്നെ എന്നാ പറയേണ്ടത്, മാസ്റ്റർ ഓഫ് കാമുയി തന്നെയാണ് ഈ കക്കാഷി. അടുത്തത് ഒബീറ്റോ ആണ്. ഒബീറ്റോ ഉച്ചിഹയെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. കാമുയി കൺട്രോളറാണ്, 6 പാക്കിനെ കൺട്രോൾ ചെയ്തു. പിന്നെ ഷീഷുയി ഉച്ചിഹയാണ്. അതെ, റയർ മൈൻഡ് കൺട്രോൾ ഗെൻജിറ്റ്സു ഉണ്ടായിരുന്ന ഒരു ഒന്നൊന്നര ഉച്ചിഹയാണ് ഷീഷുയി. പിന്നെ മാദ്ര ഉച്ചിഹ, ദ ഗ്രേറ്റ്, ദ ഗോസ്റ്റ് ഓഫ് ഉച്ചിഹ എന്നറിയപ്പെടുന്ന എറ്റേണൽ മാംഗെക്യൂ ഷെറിംഗനും റിനഗനും ഏറ്റവും ടോപ്പ് ലെവലിൽ പോയ ഒരാളാണ് മാദ്ര ഉച്ചിഹ. പിന്നെ ഇസുന ഉച്ചിഹയുണ്ട്, മാദ്രയുടെ അനിയൻ. പവർഫുൾ മാംഗെക്യൂ ഷെറിംഗൻ യൂസർ ആയിരുന്നു അദ്ദേഹം. ഷെറിംഗൻ യൂസേഴ്സിൻ്റെ വീക്ക്നെസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഹൈ ചക്ര കൺസപ്ഷൻ ആയിരിക്കും ഈ മാംഗെക്യൂ ഷെറിംഗനൊക്കെ യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കക്കാഷി, ഒന്നാമത്തെ കാര്യം കക്കാഷി ഉച്ചിഹ ക്ലാനിൽ അല്ലാത്തതുകൊണ്ട് തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ ചക്ര ഡ്രെയിൻ ആവും. സോ അത് ഡീആക്ടിവേറ്റ് ചെയ്യാൻ സാധാരണ ഉച്ചിഹ ക്ലാനിലല്ലാത്തവർക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് കക്കാഷി ഇപ്പം ഷെറിംഗൻ ഐ മൂടി വെച്ചിരിക്കുന്നത്, ചക്ര ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ വിഷൻ ലോസ്, ഞാൻ പറഞ്ഞല്ലോ, മാംഗെക്യൂ ഷെറിംഗൻ യൂസ് ചെയ്ത് ഒരു പരിധി വരെ കഴിയുമ്പോഴേക്ക് കണ്ണിൻ്റെ കാഴ്ച കറക്റ്റായിട്ട് കുറയുവാൻ തുടങ്ങും. പിന്നെ ഇതൊരു വീക്ക്നെസ് ആയിട്ട് വേണേൽ കൂട്ടണ്ട. കാരണം ഇത് കെക്കെ കെൻകെ ഒന്നും കോപ്പി അടിക്കാനോ അല്ലെങ്കിൽ സെയ്ജാർട്സ് ഒന്നും കോപ്പി അടിക്കാനോ ഷെറിംഗനെ കൊണ്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരാൾ സുസാനോ ഉപയോഗിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബോഡിനെ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്യിപ്പിക്കും. ഇങ്ങനെയുള്ള ഒരു ഷെറിംഗൻ യൂസറിനെ ആർക്കാണ് തോൽപ്പിക്കുവാൻ സാധിക്കുക?
അതൊരു കൊട്ട ആൾക്കാർക്കുണ്ട്. ഒന്നാമത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ സെൻസറി ടൈപ്പ് നിഞ്ചയാണ്. അതെ, വിഷനെ മാത്രം റിലേ ചെയ്യാതെ ബാക്കിയുള്ള സെൻസറി മൂവ്മെന്റ്സിനെ മെയിൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നിഞ്ചയ്ക്ക് ഷാരിംഗൻ യൂസറിനെ തോൽപ്പിക്കുവാൻ സാധിക്കും. പിന്നെ ബ്യാക്കുഗൻ യൂസേഴ്സിനും ഒരു പരിധി വരെ നമ്മുടെ ഷാരിംഗൻ യൂസേഴ്സിനെ തോൽപ്പിക്കുവാൻ പറ്റും. കാരണം ഇച്ചിരി കൂടെ ചക്ര പ്രിസൈസ് ആയിട്ട് ബ്യാക്കുഗൻ യൂസേഴ്സിന് കാണുവാൻ സാധിക്കും. പിന്നെ സ്ട്രോങ് ഗെൻജിറ്റ്സു റെസിസ്റ്റൻസ് ഉള്ള ആൾക്കാർക്ക്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ജിൻജുറുക്കികളില്ലേ, അതെ നാറൂട്ടോയെ പോലുള്ള ആൾക്കാർക്ക് ഇതിനെ ഡിഫെൻഡ് ചെയ്യുവാൻ സാധിക്കും. പിന്നെ ഹൈ സ്പീഡ് ടൈജിറ്റ്സു യൂസേഴ്സ്, മൈറ്റ് ഗൈവിന് 8 ഗേറ്റ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷാരിംഗൻ ഉള്ള ആരെ വേണേലും തോൽപ്പിക്കുവാൻ സാധിക്കും. പിന്നെ സേജ് മോഡ് യൂസേഴ്സ് ആയിട്ടുള്ളവർക്ക് ഷാരിംഗൻ യൂസേഴ്സിനെ നിഷ്പ്രയാസം തോൽപ്പിക്കുവാൻ സാധിക്കും. കാരണം ഇവരെല്ലാം ഇമ്മ്യൂണാണ് വിഷ്വൽ ഇല്യൂഷന്. പിന്നെ ഓഫ് കോഴ്സ് റെനഗൻ യൂസേഴ്സിനും ഉറപ്പായിട്ടും ഷാരിംഗൻ യൂസേഴ്സിനെ തോൽപ്പിക്കുവാൻ സാധിക്കും. ഇതെല്ലാം സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടിരിക്കും കേട്ടോ. സോ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഷാരിംഗൻ കാലത്തിനൊരു പേരുണ്ടാവുന്നതിന് മുമ്പ് സൃഷ്ടിയുടെ ചക്രത്തിൽ തന്നെ ഒരു കണ്ണുണ്ടായിരുന്നു. രക്തം പോലെ ചുവന്ന റിപ്പിൾ പാറ്റേൺ ഉള്ള ഒരു ലോകങ്ങളുടെ വിധി കാണുന്ന കണ്ണ്. ഇത് പകർത്തുന്നുമില്ല, പ്രവചിക്കുന്നുമില്ല, അത് ആജ്ഞാപിക്കുക മാത്രമാണ് ചെയ്തത്. ആകാശങ്ങളെ വളയ്ക്കുന്ന, ത്രിലോകങ്ങളെയും ഭ്രമത്തിലാക്കുന്ന, ചക്രയുടെ മാതാവ് മുതൽ യുദ്ധത്തിന്റെ ദേവൻ വരെ നെറ്റിയിലേറ്റിയ ആ ഒരു കണ്ണ്. ആകാശം ചുവപ്പാകുകയും ചന്ദ്രൻ ഒരു കണ്ണാടിയാകുകയും ചെയ്യുന്ന ആ ഒരു നിമിഷം ലോകം നിശബ്ദമാകുകയും അവിടെ നിന്നൊരു കണ്ണു വരികയും ചെയ്തു. അതൊരു പരിണാമമല്ല, അതൊരു ഉറവിടമാണ്. മറ്റെല്ലാ കണ്ണുകളും ജനിച്ചത് ഈ ഒരു കണ്ണിൽ നിന്നുമാണ്. ശക്തി ആവശ്യപ്പെടാത്ത സ്വയം ശക്തിയായ ഒരു കണ്ണ്. അതെ, നാരുട്ടോ യൂണിവേഴ്സിലെ ഏറ്റവും ഓവർ പവേർഡ് ആയിട്ടുള്ള ഡൊജിറ്റ്സു, ലിറ്ററലി ഗോഡായ കാഗുയയുടെ, ഏറ്റവും യൂണിവേഴ്സിലെ പവർഫുള്ളായ കാഗുയയുടെ ആ ഒരു തൃക്കണ്ണ്, ദ റിനെ ഷാരിംഗൻ. ഓക്കെ ഫൈൻ, ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് റിനെ ഷാരിംഗനെ പറ്റിയാണ്. ഡൊജിറ്റ്സുകളിൽ തന്നെ അല്ലെങ്കിൽ ഐ ടെക്നിക്കിൽ തന്നെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന 2 കണ്ണുകളുടെ ഒരു കോമ്പിനേഷനാണ് റിനെ ഷാരിംഗൻ. പേരിൽ തന്നെയുണ്ട്. റെനഗനും ഗോഡ് ലെവൽ പവർ ആയിട്ടുള്ള ആ ഒരു കണ്ണായിട്ടുള്ള റെനഗനും പിന്നെ നമ്മുടെ ഉച്ചിഹ ക്ലാനിൻ്റെ സ്വന്തം വംശ അവകാശമായി കിട്ടുന്ന ഷാരിംഗനിൻ്റെയും ഒരു കോമ്പിനേഷനാണ് റിനെ ഷാരിംഗൻ. നാറൂട്ടോയുടെ സീരീസിൽ 421ാമത്തെ എപ്പിസോഡിലാണ് ആദ്യമായിട്ട് നമുക്ക് റിനെ ഷാരിംഗൻ പരിചയപ്പെടുത്തുന്നത്. റെനഗന്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ റിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരം എന്നാണ്, അതായത് സൈക്കിൾ ഓഫ് റീബർത്ത് അല്ലെങ്കിൽ മരണം. ആൻഡ് ഷാരിംഗൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പി വി ലൈൻ ആണ് അർത്ഥമാക്കുന്നത്. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ തന്നെയാണ് റിനെ ഷാരിംഗൻ. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രൈമോഡിയൽ ഐ ആണ്, അല്ലെങ്കിൽ ഇവയിൽ നിന്നാണ് റെനഗനും ഷാരിംഗനും ഉണ്ടായതെന്ന് പറയാം. ഗോട്രിയിൽ നിന്ന് ഫ്രൂട്ട് കൺസ്യൂം ചെയ്ത ടൈമിലാണ് നമ്മുടെ കാഗുയ ഔട്സുത്സുക്കിക്ക് ഈ ഒരു ഐ പ്രാപ്തമായത്. ഈ ഐ കൊള്ളതുകൊണ്ട് മാത്രമാണ് ഇൻഫിനിറ്റ് സൂക്കിയോമി എന്ന് പറയുന്ന ഗോട്ടയർ ജുറ്റ്സു കാസ്റ്റ് ചെയ്യാൻ ഉപഭോക്താക്കൾക്ക് സാധിക്കുന്നത്. റിനെ ഷാരിംഗന്റെ വിഷ്വൽ ഡിസൈൻ പറയുകയാണെങ്കിൽ ഇതൊരു ചുവന്ന കണ്ണാണ്, റിപ്പിൾ പാറ്റേൺ ഉള്ള ഒരു ചുവന്ന കണ്ണ്. ഇതിൽ 9 ടോമോയ്സ് ഉണ്ട്. ആൻഡ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കണ്ണിന്റെ ലീനിയേജ് അല്ലെങ്കിൽ ലെഗസി പറയുകയാണെങ്കിൽ കാഗുയ ഔട്സുത്സുക്കിയാണ് ഒറിജിനൽ യൂസർ. അത് കഴിഞ്ഞ് റിനെ ഷാരിംഗൻ ആക്ടിവേറ്റ് ആക്കിയ ആ ഒരാൾ, യെസ്, 10 ടൈൽസ് ജിൻജുറുക്കി മാധരയാണ്. എക്സാക്ട് ഡേറ്റ ബുക്കിൽ പറയുന്നത് എക്സാക്റ്റ് ആയിട്ടുള്ള ആ ഒരു റിനെ ഷാരിംഗൻ അല്ല, മാനിഫെസ്റ്റഡ് എ വേർഷൻ ഓഫ് റിനെ ഷാരിംഗൻ എന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ നാറൂട്ടോയുടെ ഡേറ്റ ബുക്കിൽ സാസ്കെ ഉച്ചിഹ റിനെഗൻ ആക്ടിവേറ്റ് ആക്കി കഴിയുമ്പോഴേക്ക് ലെഫ്റ്റ് ഐയിൽ 6 ടോമോയ്സ് ഉണ്ട്. അത് റിനെഗൻ ഷാരിംഗന്റെ ഒരു വേർഷൻ ഓഫ് ആയിരിക്കാമെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. മോർ ലൈക്ക് എ ഹൈബ്രിഡ് വേർഷൻ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. റിനെ ഷാരിംഗന്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഇൻഫിനിറ്റ് സൂക്കിയോമിയാണ്. അതെ, നമ്മുടെ ഇറ്റാച്ചിയുടെ ആ ഒരു ഐറ്റം ഉണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥാനിയിൽ നിൽക്കുന്ന രൂപം. എന്തിനേറെ പറയുന്നു, ദ സ്ട്രോങ്ങസ്റ്റ് ഗെൻജിറ്റ്സു ഇൻ എക്സിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇതിനെ പ്രതിരോധിക്കണമെങ്കിൽ ഒരാൾക്ക് റെനഗനോ അല്ലെങ്കിൽ 6 പാത്തിന്റെ ചക്രയോ വേണ്ടിവരും. രണ്ടാമത്തെ എബിലിറ്റി സ്പേസ് ടൈം റാപ്പിംഗ് ആണ്. അതെ, ഡൈമെൻഷണൽ ഷിഫ്റ്റിംഗ്. കാഗുയ മൾട്ടിപ്പിൾ ഡൈമെൻഷൻ പ്ലെയിൻസിൽ ഈ ഒരു എബിലിറ്റി വെച്ചുകൊണ്ട് ചുമ്മാ ഷിഫ്റ്റ് ചെയ്ത് നടക്കുമായിരുന്നു. ഇതിലെടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡൈമെൻഷണൽ ഷിഫ്റ്റിങ്ങിൽ നടക്കുന്ന എല്ലാ ലോകങ്ങളും യാഥാർത്ഥ്യമാണ്, അത് ഇല്യൂഷൻസ് അല്ല, റിയൽ ഡൈമെൻഷൻസ് ആണ്. ഇതിൻ്റെ എബിലിറ്റീസിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ഈ ഇന്റർ ഡൈമെൻഷണൽ ട്രാവൽ. അതെ, പോർട്ടൽസ് ഓപ്പൺ ചെയ്ത് സ്പേസ് ടൈമിലൂടെ ട്രാവൽ ചെയ്യാൻ സാധിക്കും. പിന്നെ ബേസിക് ആയിട്ടുള്ള എല്ലാ ചക്ര പവറും, ഫോർ എക്സാമ്പിൾ മാസീവ് ചക്ര റിസർവ് കിട്ടും, പ്രീ റെക്കഗ്നിഷൻ കിട്ടും, കോപ്പി ചെയ്യാനുള്ള ചക്ര സെൻസ് ചെയ്യാൻ പറ്റും, എൻഹാൻസ് ആയിട്ടുള്ള റിയാക്ഷൻ ടൈം, റിഫ്ലക്സ്, ഇതെല്ലാം തന്നെ ഇത് പോസസ് ചെയ്യും.
ഈ പറഞ്ഞ ഗോഡ്ലി ആയിട്ടുള്ള റിനെ ഷെറിങ്ങിനെ എങ്ങനെ കൗണ്ടർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, 6 പാക്ക് ചക്ര ഇമ്മ്യൂണിറ്റി ഉള്ളവർക്ക് സാധിക്കും. ഫോർ എക്സാമ്പിൾ നാറൂട്ടോ, സാസ്കെ, കക്കാഷി, സാക്കുറ ഇവരെല്ലാം തന്നെ ഇൻഫിനിറ്റ് സൂക്കയോമി ഡിഫീറ്റ് ചെയ്തത് ഹോഗറോമയുടെ ചക്ര വെച്ചാണ്. ഡിഫീറ്റ് എന്നല്ല, ഡിഫെൻഡ് ചെയ്യുന്നതെന്ന് പറയാം. പിന്നെ ഇത് ബേസിക് ആയിട്ട് നമ്മൾ ആ മൂണിനെ നോക്കിയില്ലെങ്കിൽ ഇതിനെ നമ്മൾ അഫക്റ്റ് ചെയ്തില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ഒന്നെങ്കിലും ഒരു റിനഗൻ ബേസ്ഡ് ഷീൽഡിങ് എഫക്റ്റ് ഇതിനുണ്ടായിരിക്കണം നമ്മൾ ആ സൂക്കയോമിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി. പിന്നെ ഇതിനെ കൗണ്ടർ ചെയ്യണമെങ്കിൽ ഡിസേബിൾ ചെയ്യണം, യൂസറിനെ ഡിസേബിൾ ചെയ്യണം. ബോത്ത് കേസ് എടുക്കുകയാണെങ്കിൽ, കാഗോയുടെ കേസാണെങ്കിലും മാദ്രയുടെ കേസിലാണെങ്കിലും സീലിംഗ് വാസ് ദ ഓൺലി വേ ടു എൻഡ് ദ ത്രെറ്റ് എന്ന് തന്നെ പറയാം. 6 പാത്തിൻ്റെ സീലിംഗ് ജുത്സു ആയിട്ടുള്ള ചിബാക്കു ടെൻസെ പോലെയുള്ള സീലിംഗ് ടെക്നിക്സ് ഉപയോഗിച്ച് നമുക്കിതിനെ ഡിസേബിൾ ചെയ്യുവാൻ സാധിക്കും. പിന്നെ ഒബിറ്റോയുടെ പോലെയുള്ള കാമുയി ഡൈമെൻഷൻ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്കിതിനെ കുറച്ച് നേരത്തേക്ക് നമുക്കിതിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് നിൽക്കുവാൻ സാധിക്കും. പിന്നെ ഇത് ഒബ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു റിക്വയർമെൻറ്റ്സ് ആയിട്ട് നമുക്ക് തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ആ ഒരു ചക്ര ഫ്രൂട്ട് കൺസ്യൂം ചെയ്യണം, അല്ലെങ്കിൽ 10 ടൈൽസ് ആവണം. എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് ഹോഗുറാമിക്ക് ഈ ഒരു റിനെ ഷെറിങ്ങൻ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന്. എന്നാൽ സേജ് ഓഫ് 6 പാത്തിന് റിനഗൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, റിനെ ഷെറിങ്ങൻ ഉണ്ടായിരുന്നില്ല. ഇത്രയൊക്കെയാണ് നമുക്ക് റിനെ ഷെറിങ്ങിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓഫ് കോഴ്സ് ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് സീരീസിൽ പോലും പറയുന്നില്ല. റിനഗൻ്റെ ഷെറിങ്ങിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് ആൾക്കാർ മനസ്സിലാക്കി എടുത്തോളാം എന്ന് പറഞ്ഞ ഒരു മട്ടിലാണ് ഇത് നമുക്ക് തന്നിരിക്കുന്നത്. എന്തായാലും ഞാൻ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങളോ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും വാലിഡേറ്റ് ചെയ്ത് ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അടുത്തൊരു നാറൂട്ടോ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Yeah, yeah. Oh, no, no. Baby, I need to know.